പല നിലകളിൽ നമ്മളോട് പോരാടുന്ന വ്യക്തികളും ശക്തികളും ഉണ്ട്. നമ്മുടെ ഒരു പരാതി, നമ്മളോട് പോരാടുന്നവരോട് പോരാടാൻ ആരുമില്ല. അതുകൊണ്ട് അവര് പോരാടും തോറും നമ്മൾ ഒതുങ്ങി കൊടുക്കും. ചില പോരാട്ടം പേടിച്ച് വീടിന് പുറത്തിറങ്ങുന്നില്ല, ചിലർ ബിസിനസ്സുകൾ നിർത്തി, ചില വെല്ലുവിളി കൊണ്ട് ചിലർ ദേശം തന്നെ വിട്ടുപോയി. എന്നാൽ ഈ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കളോടും ഞാൻ പറയാം, ആരെല്ലാം നിന്നോട് പോരാടാൻ വന്നാലും നീ ഭയപ്പെടരുത്. കാരണം നിന്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം: നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. പ്രവാചകൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ ദൈവത്തിന്റെ വായായി നിന്ന് പറയുകയാണ്, നിന്നോട് പോരാടുന്നവരോട് ദൈവം പോരാടും. എപ്പോഴും ഓർക്കണം, വളരെ നാളുകൾ കൊണ്ട് മനുഷ്യരിൽ നിന്നും പിശാചിൽ നിന്നും പോരാട്ടം സഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനെന്നൊരു അറുതി വരും, ഇതിനെന്നൊരു പരിഹാരം വരുമെന്ന് ചോദ്യം നിന്റെ അകത്തുണ്ടെങ്കിൽ ദൈവം നിന്നോട് സംസാരിക്കുക. വളരെ വേഗം നിന്നോട് പോരാടുന്ന, നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്നെ കീഴടക്കാൻ ശ്രമിക്കുന്ന, നിന്നെ ദേശത്ത് പാർപ്പിക്കാൻ സമ്മതിക്കാത്ത ആ ദുഷ്ടശക്തിയോട്, ആ ദുഷ്ട മനുഷ്യരോട് ദൈവം പോരാടുന്ന ദിവസങ്ങൾ മുമ്പിൽ വരിക. 35-ാം സങ്കീർത്തനത്തിന്റെ വാക്യമുണ്ട്, യഹോവേ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതണമേ, എന്നെ പിന്തുടരുന്നവരുടെ വഴികളെ ദൈവം അടച്ചു കളയണമേ. അത് സങ്കീർത്തനക്കാരുടെ ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നിന്നോട് പോരാടുന്നവരോട് ദൈവം ഈ ദിവസങ്ങളിൽ പോരാടും. ഇന്നലകളിൽ നിനക്ക് വേദന വരുത്തിയെങ്കിൽ നീ ഭാരപ്പെടണ്ട. ആ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങും, പോരാട്ടങ്ങൾ വേഗത്തിൽ അവസാനിക്കും. നിന്റെ മക്കളെ വിടുവിക്കുവാൻ സമയമായി, നിന്റെ കുടുംബത്തെ വിടുവിക്കുവാൻ സമയമായി. ഈ ദിവസങ്ങളിൽ ആത്മക്കണ്ണുകൾ കൊണ്ട് കാണണം, നിന്നോട് പോരാടുന്നവരോട് എൻ്റെ ദൈവം പോരാടാൻ ഇറങ്ങാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ വ്യക്തതയുള്ള മറുപടി നിന്റെ ജോലി സ്ഥലത്ത്, കുടുംബജീവിതത്തില്, ബിസിനസ് മേഖലയില് ഒക്കെ ഉണ്ടാകാൻ പോവാ. കാരണം പോരാടാൻ ഇറങ്ങുന്നവൻ ദൈവമാ. നിന്റെ കുഞ്ഞുങ്ങളെ ഈ ദിവസങ്ങൾ ദൈവം രക്ഷിക്കും. കടിച്ചു വലിക്കുന്ന, പിടിച്ചു വലിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് നിന്റെ സന്തതി വിടുവിക്കപ്പെടും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളോട് പോരാടുന്നവർ വർഷങ്ങളായി, മാസങ്ങളായി, ദിവസങ്ങളായി ഞങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുക. കർത്താവേ, തിരിച്ചു പോരാടാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്നാൽ ഇന്ന് ദൈവം പറഞ്ഞല്ലോ, അങ്ങ് പോരാടാൻ ഇറങ്ങുമെന്ന്. അങ്ങ് ഇറങ്ങണമേ. എന്നോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി അങ്ങ് പോരാടണമേ. പോരാടി ഒരു ജയം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. നിന്നോട് പോരാടുന്നവരോട് ദൈവം പോരാടും. നീ വിടുവിക്കപ്പെടും. ഗോഡ് ബ്ലസ് യു.